നമസ്കാരം. കൊല്ലവർഷം 1202, പുതുവർഷഫലം 2026-27, രോഹിണി നക്ഷത്രം. കൊല്ലവർഷം 1202 ചിങ്ങമാസം 1-ാം തീയതി ആരംഭിച്ച് 2027 കർക്കിടക മാസം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവ് രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ ജീവിത വിജയ പരിവർത്തനങ്ങളുടെയും സുപ്രധാന വഴിത്തിരിവുകളുടെയും സമയമായി ജ്യോതിഷശാസ്ത്രം വിലയിരുത്തിയിട്ടുണ്ട്. ഇടവക്കൂറിൽ പൂർണ്ണമായും ഉൾപ്പെടുന്ന രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. സൗന്ദര്യം, ആകർഷണ ശക്തി, ഭൗതിക സുഖങ്ങളോടുള്ള താല്പര്യം, സുസ്ഥിരത എന്നിവയാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവായ സവിശേഷതകൾ. ഈ നക്ഷത്രക്കാർക്ക് 1202-ാം ആണ്ടിൽ പ്രമുഖ മന്ദഗ്രഹങ്ങളായ ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗോചര സഞ്ചാരം എപ്രകാരം സ്വാധീനിക്കുന്നു അവരുടെ ജീവിതത്തിലെന്ന്, അല്ലെങ്കിൽ അവരുടെ വിവിധ ജീവിതത്തിൻ്റെ മേഖലകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാവുന്നതുമാണ്. രോഹിണി നക്ഷത്ര ജാതർ സാധാരണയായി വളരെ ആകർഷകമായ നേത്രങ്ങളും വശീകരണ ശക്തിയുമുള്ള ശരീര പ്രകൃതിയോടുകൂടിയവരാണ്. രാശാധിപനായ ശുക്രൻ്റെയും നക്ഷത്രാധിപനായ ചന്ദ്രൻ്റെയും സ്വാധീനം ഇവരെ കല, സംഗീതം, സാഹിത്യം എന്നിവയോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റുന്നുണ്ട്. സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും അവ പ്രായോഗിക തലത്തിലെത്തിക്കാനും ഇവർക്ക് പ്രത്യേക ജന്മസിദ്ധിയുമുണ്ട്. മനുഷ്യഗണത്തിൽപ്പെട്ട രോഹിണി നക്ഷത്രക്കാരുടെ യോനി പുരുഷ സർപ്പമാണ്. ഇവർ സത്യസന്ധരും കഠിനാധിപതികളുമാണെങ്കിലും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള പ്രവണതയും സ്വഭാവത്തിലെ ചെറിയ പിടിവാശിയും ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താനും ഇടയുണ്ടാകും. ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ഭാവി സുരക്ഷിതമാക്കാൻ സമ്പാദ്യത്തിന് ഇവർ അതീവ പ്രാധാന്യം നൽകുന്നു. മാതൃഭക്തിയും കുടുംബസ്നേഹവും ഇവരുടെ പ്രത്യേകതകളാണ്. കൊല്ലവർഷം 1202-ന്റെ ഭൂരിഭാഗം സമയവും രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി കനത്ത നേട്ടങ്ങളുടെ വർഷമായിട്ട് കണക്കാക്കുന്നുണ്ട്. 11-ലെ ശനി ഭഗവാൻ സാമ്പത്തിക സ്രോതസ്സുകളെ വിപുലീകരിക്കുകയും മുൻകാലങ്ങളിലെ നിക്ഷേപങ്ങളിൽ നിന്നും വൻതോതിലുള്ള സാമ്പത്തിക ലാഭം നൽകുകയും ചെയ്യും. ഭൂമി, വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഈ വർഷം വളരെ ശക്തമായി കാണുന്നു. വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലെ അതിസാര സഞ്ചാരം ആഡംബര വസ്തുക്കളുടെ വാങ്ങലിലേക്ക് നയിക്കാം. എങ്കിലും 2027 ജൂണിൽ ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ അനാവശ്യമായി ഉണ്ടാകുന്ന ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായി തീരുകയും 7-ര ശനി ആരംഭിക്കുന്നതിനാൽ വർഷത്തിൻ്റെ ആദ്യ പകുതി ലഭിക്കുന്ന ലാഭം ദൂർത്തടിക്കാതെ ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് മാറ്റാൻ ജാതക പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. തൊഴിലിൻ്റെ കാര്യത്തിൽ ഈ വർഷം വലിയ തോതിലുള്ള മുന്നേറ്റത്തിൻ്റെ സമയമായിട്ട് കണക്കാക്കുന്നു. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നിലവിലുള്ള ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല അവസരങ്ങളാണ് ഉള്ളത്. സർക്കാർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പങ്കാളിയുമായി ചേർന്ന് സംരംഭങ്ങൾ വികസിപ്പിക്കാനും ലാഭവിഹിതം വർദ്ധിപ്പിക്കാനും കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര താമസത്തിനുള്ള വിസ ലഭിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഈ കാലയളവ് സഹായിക്കുന്നതാണ്. എങ്കിലും ശനിയുടെ വക്രഗതി സമയത്ത്, അതായത് 2026 ജൂലൈ ഡിസംബർ, സഹപ്രവർത്തകരുമായും മേലധികാരിയുമായും സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം സംയമനം പാലിക്കേണ്ടതാണ്. 2027 ജൂൺ മുതൽ 7-ര ശനിയുടെ ആദ്യഘട്ടം തുടങ്ങുന്നതിനാൽ ജോലിസ്ഥലത്ത് സമ്മർദ്ദവും അധിക ചുമതലകളും വർദ്ധിക്കാനും ഇടവരും. കുടുംബജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വർഷമാണ് ഇത്. വ്യാഴത്തിൻ്റെ ഉച്ചദൃഷ്ടി 7-ാം ഭാവത്തിൽ പ്രതിഫലിക്കുന്നതിനാൽ വിവാഹം ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് യോഗ്യനായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യും. അമ്മയുമായി വളരെ ആഴത്തിലുള്ള ബന്ധം പുലർത്തുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ. വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലെ സ്ഥിതി അമ്മയ്ക്ക് മികച്ച ആരോഗ്യവും സന്തോഷവും നൽകും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം സിദ്ധിക്കാനുള്ള ശക്തമായ അനുഗ്രഹവും ഈ വർഷം കാണുന്നുണ്ട്. എങ്കിലും 4-ലെ കേതുവിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ഡിസംബർ വരെ വീടുമായി ബന്ധപ്പെട്ട ചെറിയ അറ്റകുറ്റപ്പണികളോ യാത്രാക്ലേശങ്ങളോ ഉണ്ടായെന്നും വരാം. രോഹിണി നക്ഷത്രത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം അനുകൂലമായ ഫലങ്ങളാണ് നൽകപ്പെടുന്നത്. വിദ്യാകാരകനായ ബുധൻ്റെ ജ്ഞാനകാരകനായ വ്യാഴത്തിൻ്റെയും നല്ല സ്വാധീനം കുട്ടികളുടെ ഏകാഗ്രതയും പഠനമികവും വർദ്ധിപ്പിക്കും. മത്സര പരീക്ഷകളും ഉയർന്ന വിജയങ്ങളും നേടാനും സ്കോളർഷിപ്പോടെ വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടാനും രോഹിണി നക്ഷത്ര ജാതകർക്ക് സാധിക്കുന്നതാണ്. കല, കായികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലയിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ പ്രശസ്തിയും അംഗീകാരവും തേടിവരും. എന്നാൽ 2027 ജൂണിലെ ശനി മാറ്റത്തിന് ശേഷം
വിട്ടുപോയ പാഠഭാഗങ്ങൾ വീണ്ടും പഠിക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതായും കണ്ടുവരും. എന്നതിനാൽ തുടക്കം മുതലേ അത് അലസത ഒഴിവാക്കി പഠിക്കുക. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ മികച്ച ആരോഗ്യവും പ്രതിരോധശേഷിയും ഉള്ളവരാണെങ്കിലും ഈ കൊല്ലവർഷത്തിൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ തൊണ്ട, കഴുത്ത്, ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ട അലർജികളോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ വരാനാണ് സാധ്യത കൂടുതൽ. കൂടാതെ അമിതമായ ഭക്ഷണപ്രിയവും മധുരപലഹാരങ്ങളോടുള്ള താല്പര്യവും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വ്യതിയാനപ്പെടുത്തുന്നതിനും കാരണമാകും. വർഷത്തിൻ്റെ അവസാന പാദത്തിൽ 7-ര ശനി തുടങ്ങുന്നതിനാൽ മാനസിക സമ്മർദ്ദവും അനാവശ്യ ഭയങ്ങളും ഉറക്കക്കുറവും അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നു. അതിന് ദിവസേന വ്യായാമവും യോഗയും മനസ്സിനെ ശാന്തമാക്കാനുള്ള ക്രമങ്ങളും ശീലിക്കുക. കൊല്ലവർഷം 1202 ഗ്രഹനില പരിശോധിക്കുമ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂലവും പ്രതികൂലവുമായ ഭാവസ്ഥിതികൾ സമ്മിശ്ര ഫലങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നൽകുന്നത്. ഈ വർഷത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ വർഷത്തിൻ്റെ ഭൂരിഭാഗ സമയത്തും ശനി ഭഗവാൻ രോഹിണി നക്ഷത്രക്കാരുടെ 11-ാം ഭാവമായ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ലാഭഭാവത്തിലെ ശനി കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും അത്യപൂർവ നേട്ടങ്ങളും വിജയവും കൈവരിക്കാൻ സഹായിക്കും. എന്നാൽ 2026 ജൂലൈ 27 മുതൽ 2026 ഡിസംബർ 11 വരെയുള്ള ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും തുടർന്ന് 2027 ജൂൺ 3-ന് ശനി 12-ാം ഭാവമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ രോഹിണി നക്ഷത്രക്കാരുടെ 7-ര ശനിയിലെ 1-ാം ഘട്ടമായ വ്യയശനി ആരംഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ കൂടുതൽ അച്ചടക്കവും ജാഗ്രതയുമുള്ള സമയമാണ് ഇത്. വ്യാഴത്തിൻ്റെ അതിസാരവും വക്രസഞ്ചാരവും ജൂൺ 2 മുതൽ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അല്പ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാം. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി 7-ാം ഭാവം, 9-ാം ഭാവം, 11-ാം ഭാവം എന്നിവയിൽ പതിക്കുന്നത് വലിയ ഈശ്വരാധീനത്തിനും ഭാഗ്യ അനുഭവങ്ങൾക്കുമാണ് വഴിവെക്കുക. ഒക്ടോബർ 31-ന് വ്യാഴം അതിസാരഗതിയിൽ 4-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും വീട്, വാഹനം, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും. അത് തുടർന്ന് 2027 ജനുവരി 24-ന് വീണ്ടും വക്രഗതിയിൽ കർക്കിടകത്തിലേക്ക് മടങ്ങിയെത്തുന്ന വ്യാഴം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം, ആത്മീയ പുരോഗതിയും നൽകും. വർഷത്തിൻ്റെ പകുതി വരെ രാഹു 10-ാം ഭാവത്തിലും കേതു 4-ാം ഭാവത്തിലും തുടരും. എന്നാൽ ഡിസംബർ 5-ന് രാഹു 9-ാം ഭാവമായ മകരത്തിലേക്കും കേതു 3-ാം ഭാവമായ കർക്കിടകത്തിലേക്കും പ്രവേശിക്കും. ഇത് തൊഴിൽപരമായ യാത്രകൾക്കും കഠിന പ്രയത്നങ്ങൾക്കും വിജയം സ്വന്തമാക്കാനും സഹായിക്കും. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾക്ക് രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയെ ഒത്തുവരുന്ന ദിവസങ്ങൾ പൗർണമി ദിവസങ്ങളിൽ ഉപവാസമെടുക്കുകയോ ഒരിക്കലൂണ് നോക്കുകയോ ചെയ്യുന്നത്, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, ദേവിക്ക് കടുംപായസം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമാർച്ചന നടത്തുന്നത് മനസ്സിൻ്റെ ചഞ്ചലത ഒഴിവാക്കാൻ സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിക്കുക. വരാനിരിക്കുന്ന 7-ര ശനി ദോഷങ്ങൾക്ക് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളുപായസം എന്നിവ വഴിപാടായി സമർപ്പിക്കുക. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസ നിവേദ്യവും തുളസിമാലയും തൃക്കൈവെണ്ണ സമർപ്പണവും ചെയ്യുക. സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ശനി ദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. അനുയോജ്യമായ പരിഹാരമായി കാണുന്നത് ചന്ദ്രശാന്തി ഹോമം, തിങ്കളാഴ്ച വ്രതം, ദേവീ സങ്കീർത്തനങ്ങൾ കേൾക്കൽ, ശാസ്താവിന് നീരാജനം, എള്ളുപായസം, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ഗണപതി ഭഗവാന് കറകമാല ചാർത്തൽ, തേങ്ങ ഉടയ്ക്കൽ, മോദകം സമർപ്പിക്കൽ, വിഷ്ണുവിനെ ഭജിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കൊല്ലവർഷം 1202 രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളുടെയും ആത്മീയവും ഭൗതികവുമായ പുരോഗതിയുടെയും വർഷമായി കാണുന്നു. സാമ്പത്തികമായ വലിയ ഉയർച്ചയും കരിയറിലെ മികച്ച അവസരങ്ങളും കുടുംബത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളും ഈ വർഷത്തിൻ്റെ പ്രത്യേകതകളായിരിക്കും. വർഷാവസാനത്തോടെ ആരംഭിക്കുന്ന 7-ര ശനി കാലഘട്ടത്തെ മുൻകൂട്ടി കണ്ട് സാമ്പത്തിക കാര്യങ്ങളിലും വാക്കുകളിലും പൂർണ്ണ നിയന്ത്രണം പാലിക്കുക. ഇത് ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതൊരു പൊതുവായ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തെ തിട്ടപ്പെടുത്തി നിർമ്മിച്ചതാണ്. ഓരോ ആൾക്കാരുടെയും ജനനസമയത്തെ കണക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങളുണ്ടാകും.